Good morning, ladies and gentlemen. This announcement is from Flytech. My name is Captain Deepak Ram Gupta. On behalf of my crew, I would like to welcome you on our Air India flight. ഹായ്. സോ നേരത്തെ നിങ്ങളെന്നെ കണ്ടത് ട്രിവാൻഡ്രം ടു ഡൽഹി ഫ്ലൈറ്റിലിരുന്നപ്പോഴാണ്. ഇപ്പോൾ ഡൽഹി എയർപോർട്ടിലാണ്. ഇനി ഡൽഹി ടു ശ്രീനഗർ നമ്മൾ ഫ്ലൈറ്റ് കയറും. സോ ഇന്ന് രാവിലെ നമ്മുടെ ഫ്ലൈറ്റ് വാസ് ആക്ച്വലി സപ്പോസ് ടു ബി അറ്റ് 6:40. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ വി ഗോട്ട് എ മെസ്സേജ് ഫ്ലൈറ്റ് ഇസ് ഡിലേഡ് ബൈ 1 hour 10 minutes. വേറെ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് നമുക്കപ്പോൾ കയറാനുള്ള ടൈം വളരെ കുറച്ചെടുക്കും. അങ്ങനെ അമ്മു ആരെയൊക്കെ വിളിച്ച് കണക്റ്റിംഗ് ഫ്ലൈറ്റിൻ്റെ ടൈം മാറ്റി. രാവിലെ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മളെത്തി. വി ഹാവ് ഓർഡേർഡ് ആർ ഫുഡ് ആൻഡ് വി ആർ വെയിറ്റിംഗ്. കുങ് പാവ് ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തത്, മലേഷ്യയുടെ ഓർമ്മയ്ക്കായി. ഇവിടുത്തെ കുങ് പാവ് ചിക്കൻ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ലെറ്റ്സ് സീ. സോ നമ്മൾ പിന്നെയും കാശ്മീരിൽ പോവാണ്. ബിക്കോസ് വി ആബ്സല്യൂട്ട്ലി ലവ്ഡ് കാശ്മീർ. ആൻഡ് നമുക്ക് പണ്ട് പോയപ്പോൾ നമ്മുടെ കൊതി തീരവേ നമുക്ക് സ്നോ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഗുൽമർഗിൽ വി വർ ഹാർഡ്ലി ദയർ ഫോർ 2 days. 1.5 ദിവസം ഉണ്ടായിരുന്നു. അവിടെ ഇത്തവണ നമ്മൾ ഗുൽമർഗിൽ 3 days ഉണ്ട്. നമ്മൾ സ്നോ മടുക്കുന്ന വരെ നമ്മൾ സ്നോയിൽ പോയി കിടക്കും എന്നാണ് നമ്മുടെ പ്ലാൻ. സോ നമ്മൾ ഡൽഹി ടു ശ്രീനഗർ ഫ്ലൈറ്റിൽ കയറി. ഇതും കുറച്ച് ഡിലേഡ് ആണ്. വെയിറ്റിംഗ്. സോ എൻ്റെ കഴിഞ്ഞ കാശ്മീർ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ടൂർ ഗൈഡ് പോലത്തെ ഒരു അങ്കിൾ വാസ് കോൾഡ് മൻസൂർ ഭായ്. മൻസൂർ ഭായ് വാസ് സോ ഫൺ ടു ബി വിത്ത്. അപ്പോൾ ഇത്തവണയും നമ്മൾ മൻസൂർ ഭായിൻ്റെ കാറിൽ തന്നെയാണ് പോകുന്നത്. ഹി ഈസ് ഓൾറെഡി ഹിയർ. വി ആർ ഓൾസോ എക്സൈറ്റഡ് ടു മീറ്റ് മൻസൂർ ഭായ്. बड़ी हो गई, बहुत बड़ी हो गई। हाय मंजूर भाई. मैं बढ़िया हूँ, आप लोग ठीक है ना? हाँ हम लोग भी बढ़िया है, बहुत बढ़िया है. डायलॉग है कोल्ला पुली है। मास मैं बोला नहीं, आजी पूरी बराबर याद है मुझे, सिखाया आपने. നമ്മൾ പണ്ട് പഠിപ്പിച്ച വാക്കാ. सेम कलर जैकेट ट्विनिंग पहनो फुल मर ले जाना. या സോ ഈ കാറിന്റെ ഫ്രണ്ടിൽ 2 പേർക്ക് ഇവിടെ ഇരിക്കാം. ഞാനും മത്സരിക്കാൻ പോവാ. ഞാൻ പിന്നെ ഫ്രണ്ടിൽ ഇരുന്നില്ല. എന്തോ ബാക്കിലിരിക്കുന്നത്ര വിശാലമായിട്ട് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ബാക്കിലൊന്നും ഞാൻ വിശാലമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമുക്ക് സുലു ആന്റീനെ വഴി നിന്ന് പിക്ക് ചെയ്തു. സുലു ആന്റി ചെന്നൈയിൽ നേരത്തെ എത്തി. हम लोग निकल जाएंगे अभी. ഇറങ്ങാന്ന്. അടിപൊളി. ഇപ്പൊ അവിടെ ഇവിടെ ആയിട്ടതാ ഇങ്ങനെ കുറച്ച് സ്നോ കിടക്കുന്ന കാണാം. മൻസൂരിന് കാശ്മീരി ഭാഷ പഠിപ്പിക്കുകയാണ് മൻസൂർ ഭായ്. ദൂരെ മലകൾ കാണുന്നുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു വണ്ടി മാറി കയറും ഗുൽമർഗിൽ പോകാൻ. ബിക്കോസ് അവിടുത്തെ റോഡ് ഭയങ്കര സ്റ്റീപ്പൊക്കെ. അപ്പോൾ എന്തോ ചെയിനുള്ളൊരു വണ്ടി, സ്കിഡ്. ആ അപ്പോൾ എന്തോന്നും ഒരു ചെയിൻ എന്ന് പറയും. അങ്ങനത്തെ ഒരു വണ്ടിയിലേക്ക് നമ്മളിപ്പോൾ മാറി കയറും. അവിടെ ഞാൻ ഫോണൊന്നും എടുക്കില്ല. കാരണം നല്ലൊരു ഗ്രിപ്പ് നമ്മൾ കൊണ്ട് കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ ഒരു ടയർ ഊരിപ്പോയ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പണ്ട്. ഇഷ്ടമാണ് നമ്മൾ എടുത്തു പറഞ്ഞു നല്ല കാറ് വേണം. അപ്പോൾ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യില്ല. ബിക്കോസ് അത് മാത്രമല്ല മൊത്തത്തിൽ ഈ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ട് ഫോൺ പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോൺ വല്ലതും വീണാ പിന്നെ മൻസൂർ ഭായ് പറഞ്ഞു. ഇവിടെ നമ്മൾ മൻസൂർ ഭായിന്റെ ചാച്ച പറയും ശ്രീനഗറിലെ കാണും. ലൈറ്റ്സ് കുറച്ച് ഫ്ലിക്കർ ആവുന്നുണ്ട്. കണ്ടോ, ക്രീപ്പി വൈബ്. പക്ഷെ ലുക്കുള്ളൊരു ക്രീപ്പി വൈബ്. നമ്മൾ ഹോട്ടലിൽ എത്താറായി. നല്ല ജേർണി ആയിരുന്നു ആക്ച്വലി. സ്നോ നോക്കി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേ കാട്ടിലും സ്നോ ഇത്തവണ ഉണ്ട്. ലാസ്റ്റ് ടൈം വി കെയിം ഡ്യൂറിങ് നവംബർ സീസൺ.
Okay. Legs are freezing, no? Yeah. Which way? This way. Oh, Take on. where do you want to be? ഇന്ന് ബൊഫേ ആണ്. These are the stuff I took. This is chicken rogan josh, bindi masala, chicken, some chili, something. Then the palak corn, yeah, and rice. ഞാൻ ഒരുപാട് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. ഐ ആം സൂപ്പർ ഹംഗ്രി, സോ ബൈ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല. വിശന്ന് പണ്ടാരാണെങ്കിൽ ഫുഡ് കഴിച്ചു, റൂമിൽ വന്നു, കുളിച്ചു, കിടന്നുറങ്ങി. ഇവിടെ കറണ്ട് ഇല്ല. താഴേക്കുള്ള ഫ്ലോറിൽ ഇരുട്ടാണ് നമ്മ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. കം ഹൻസു വാ. ഇവിടെയാണ് ഇരുട്ട്. ഡാർക്ക് ഹൗസ് ഒക്കെ പോലെ. അയ്യേ, ഇത് നിന്ന് പേടിക്കണം. എനിക്ക് അതല്ല, എനിക്കൊന്നും കണ്ടില്ല. ടോർച്ച് ചെയ്ത് Childhood friends. मैं वो लोग और हर ये बच्चे हैं, ये हमारे बच्चे हैं। उसका बच्चा है। हमारा बच्चा है। मैं भी तमिलनाडु में था, वहाँ पे काम करता शोरूम पे। कहाँ? मैं चेन्नई से हूँ। हसीना हिंदी में चढ़ गया। Okay. Okay. So അങ്ങനെ 2 hours നമ്മൾ ആ ക്യൂവിൽ വെയിറ്റ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ കേബിൾ കാറിൽ കയറി. ഇതിന്റെ പേരാണ് ഗോണ്ടോള. We'll enjoy the view. ഗോണ്ടോള ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. That's okay, I guess. There are people going in a sledge. Look at that. Wow, that's so cool. സോ ആക്ച്വലി ഇങ്ങനെ റീസ്റ്റാർട്ടായി. നമ്മളെ ബൈക്കിൽ കയറി ഇപ്പൊ ഇവിടെയാണ് വന്നത്. Come. Girls, come. Yes, coming. ഇത്തവണ നമ്മൾ പണ്ട് വന്നപ്പോൾ ഉള്ള കാട്ടിലും സ്നോ ഉണ്ട് ഗൈസ്, ആൻഡ് സോ ബ്യൂട്ടിഫുൾ. മൻസൂർ ഭായി പറഞ്ഞു നമ്മൾ വരുന്നതിന് 2-3 ദിവസം മുന്നേ ഭയങ്കര ഹെവി സ്നോഫോൾ ആയിരുന്നു, വിച്ച് ഇസ് എ ഗുഡ് തിങ് ഫോർ അസ് ബിക്കോസ് സ്നോഫോൾ നല്ല ഫ്രഷ് വൈറ്റ് കളറായിട്ട് കിടക്കുന്നത്. ഇന്ന് ഈവനിങ് ആക്ച്വലി ഞാനും അമ്മും ഹൻസും സാരി ഇട്ട് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല ഈ തണുപ്പിൽ സാരി വെച്ചിട്ട്.
അവിടെ ഇത്രയും ദൂരം വന്നിട്ട് അത് എടുക്കാതിരിക്കാനും പറ്റില്ല. ഇനി ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ മറ്റേ നൂഡിൽസ്, കാശ്മീരി പുലാവൊക്കെ കിട്ടും. കാശ്മീരി പുലാവ് നമ്മുടെ അവിടെ കിട്ടുന്ന മറ്റേ പുലാവല്ല. എനിക്ക് നമ്മുടെ അവിടുത്തെ പുലാവ് ഇഷ്ടമല്ല, ബട്ട് ഇവിടുത്തെ പുലാവാണ് പുലാവ്. എന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് സാരി എടുക്കണം. ഇപ്പോൾ ഫോട്ടോ സെഷനാണ്, എല്ലാവരും എടുക്കുന്നു, ഞാൻ മാത്രം എടുക്കുന്നില്ല. ഞാനും പോയി എടുക്കും. ഞാൻ നല്ല കംഫർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞല്ലേ ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഒന്ന് ഊരി മതിയായി. അതെല്ലാം ഞാൻ അപ്പം തന്നെ ഇട്ടു, കൈ മരവിച്ചു. ഇനി സാരി ഇട്ട് ഞാൻ അറിയില്ല എങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്ന്, ബട്ട് ഹാവ് ടു മാനേജ്. चिकन നമ്മള് ലാസ്റ്റ് ടൈം കഴിച്ചു. 3 മതിയോ? ഷെയർ ചെയ്യാമോ? 3 കശ്മീരി ചിക്കൻ പുലാവ്, പിന്നെ മാഗി 2 മാഗിക്ക് മാത്രം വന്നേ. രാവിലെ കഴിച്ചില്ലേ മാഗി? You came all the way for Maggi. Maggi in snow. 3 Maggi. She wants soup also. സിന്ധു വെള്ളം തലേ. വെള്ളമാണോ? ഇല്ല ഇപ്പൊ വീഴുന്നില്ല. 1 sweet corn chicken, 1 sweet corn chicken soup, और कावा आदके 4 कावा शानिक വേണ്ട 4 कश्मीरी कावा पहले ही दे सकते हैं. जूस क्या मिलेगा? जूस कोई नहीं है. ഒന്നുമില്ല, ഇത്ര തന്നെ. चलो पानी एक बॉटल पानी गरम या गरम पानी. ठीक है. That's Kashmiri pulav. Kashmiri chicken pulav. അത് മാഗി. അല്ലേ? എനിക്ക് പക്ഷെ ജസ്റ്റ് മാഗി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫോർ സം റീസൺ. ലൈക്ക് ഇറ്റ്സ് ഗുഡ്. ജസ്റ്റ് മാഗി അല്ല, എനിക്കിത് മസ്റ്റ് മാഗി. ഐ തിങ്ക് ഈ തണുപ്പ് കടിക്കുന്നോണ്ടില്ലേ, അതാണ് എക്സ്ട്രാ ഫീൽ. ബിക്കോസ് എക്സ്ട്രാ മസാല ഒന്നും ഇട്ടിട്ടില്ല. ഇഷാനി എങ്ങനെയുണ്ട് പുലാവ്? പുലാവ് വെരി ഗുഡ്. പക്ഷെ എന്റെ ഓർമ്മയിൽ നമ്മൾ പണ്ട് കഴിച്ചപ്പോൾ ഗ്രീൻ പീസ് ഒന്നും ഇല്ലായിരുന്നു. അത് എന്റെ തെറ്റായിരിക്കാം. ഇതിൽ ഗ്രീൻ പീസ് ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കൊപ്പര ഉണ്ടായിരുന്നില്ല, തേങ്ങയൊന്നും ഇല്ലായിരുന്നു. No, today they've just done some. They've just done some extra decoration. But the taste is nice. പുലാവ് അപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആക്ച്വലി കാശ്മീരിൽ വന്നാൽ കാശ്മീരി പുലാവ് ട്രൈ ചെയ്യണം. ബിക്കോസ് ഇത് നമ്മുടെ മനസ്സിലുള്ള പുലാവിന്റെ ടേസ്റ്റ് അല്ല. It's almost a biryani. Chicken pulav. ഐ തിങ്ക് ദിസ് ഇസ് ദ ഒറിജിനൽ ടേസ്റ്റ് അല്ലേ? നമ്മുടെ അവിടെ കിട്ടുന്ന വേറെന്തോ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. सारी फिजा जैसे बजती है शहनाइया, लहराती है बह गई हवा, गुनगुनाती है तन्हाइया, सब दर्द है सब ही मदहोश है, हम दर्द खामोश है. അപ്പൊ ഒരാൾ വരും, നടുക്ക് നിൽക്കുന്ന ആൾ ബച്ചന രൺബീർ കപൂർ നിൽക്കുന്നില്ല, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അയാളെ ജോയിൻ ചെയ്ത ഒരാൾ ഓൾറെഡി നിൽക്കുന്നു,
എന്നിട്ട് മറ്റേയാള് ഒരാൾ ഇവിടെ നിൽക്കല്ലേ, അപ്പൊ ഒരാൾ ഒരു സൈഡിൽ നിന്ന് മറ്റേയാൾ ഇങ്ങനെ ഇങ്ങനെ നടുക്കത്തെ ആള് ആണായി പോകരുത്, ആയി പോകരുത്. അതിനെക്കാട്ടില്ലേ ഒരാള് കാഴ്ച കണ്ട് നിൽക്കുന്നു, ബാക്കിൽ ജോയിൻ ഇങ്ങനെ എന്നിട്ട് അവര് ഓടുന്ന ഷോട്ട് എടുക്കുന്നുണ്ട്. അതൊരു ബാക്ക് ഷോട്ട് കോമഡി. 3 പേര് കൂടി ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെയല്ലോ, ബാക്കി 2 പേര് ഓടുന്നു. നമ്മുടെ ഷൂട്ടിന് നടക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഇന്ന് ഇവരുടെ 3 പേരുടെയും റീൽ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനും അമ്മുമാണ് കൊറിയോഗ്രാഫേഴ്സ്. വലിയ ഡാൻസ് ആയിട്ടൊന്നും ഇല്ല, എന്നാലും അവിടെ പോയി നിന്ന് നമുക്ക് സമയം കളയാനില്ല. ബിക്കോസ് സൺ ഇസ് സെറ്റിംഗ് ആൻഡ് വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. സോ യാ, നമ്മളത് ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ് മേളിൽ ഒരു സ്പോട്ടിൽ. മേളല്ല, താഴെ ഒരു സ്പോട്ടിൽ അങ്ങ് സൈഡിലായിട്ട് വരും. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ ഷൂട്ട് നാളെ. Gunji, see her itself you say. Then only sari fiza will come correctly. ready 1 2 3 start. Okay, start singing now. ക്രോസ് അല്ല, ഒരു കുഞ്ഞു സാധനം. അപ്പോ തിരിഞ്ഞ് കാണിച്ചു കൊടുക്കും. 1 pack up. Yes. Thank you thank you. സോ നാളെ നമ്മൾ ലൈറ്റ് കൂടുതലല്ലേ, നമ്മുടെ ഇന്നത്തെ സാരി പ്ലാൻ ഫ്ലോപ്പായല്ലോ. സോ നമ്മൾ നാളെയാണ് ചെയ്യുന്നത്. ഞാൻ തുംഹി ദേഖോ നാ യേ ക്യാ ഹോ ഗയാ അതാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കപ്പിൾ സോങ് ആണ്. എനിക്ക് കപ്പിളില്ല, പക്ഷെ അത് തന്നെ ചെയ്യാം. ഇവിടെ കുറേ കാശ്മീരി പയ്യന്മാരുണ്ട്, അപ്പോൾ ഇവർ പറയും ഒരാൾ ഒപ്പിക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ തന്നെ അവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒട്ടും ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ചുമ്മാ പാട്ടിട്ട് നടക്കുന്ന ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നാളെ കുറച്ച് ലിപ് സിങ്ക് ചെയ്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അമ്മയും ഹസീൻ ആൻറ്റി സുലുവാൻ്റെയൊക്കെ ചെയ്യുന്ന കണ്ട് ഇൻസ്പയർഡ് ആയതാണ്. അപ്പോൾ ആ വീഡിയോ അത്ര മോശമാണ്, ഞാൻ ഇടത്തില്ല. പക്ഷേ ഈ യൂട്യൂബ് ബ്ലോഗ് ഇടുന്ന സമയം നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അങ്ങനെ ഒരു വീഡിയോ പുറത്ത് വന്നോ ഇല്ലയോ എന്ന്. കാരണം കൊള്ളാമെങ്കിൽ ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇടും അത്. അപ്പം അതിനുവേണ്ടി നമ്മൾ സാരിയൊക്കെ കൊണ്ടുവന്നു. ഞാൻ കുറേ നാൾ മുന്നേ ഡിസൈഡ് ചെയ്തതാണ് പാട്ടൊക്കെ. അമ്മൂക്ക് ഇന്നലെ വന്നിട്ട് ഏതോ പാട്ട് ചൂസ് ചെയ്തത്. ഞാൻ കുറച്ച് ടഫാണ്. സോ Hansu, come show your night dress. So this is what I am wearing. It's a teddy bear theme brown outfit. And this is what Hansu is wearing. It's the same but opposite color. My button's color is her top's color, but her button's color is her top's color only. Isn't it so cute? Yes. ഇഷാനിക്ക് ഇതിട്ട് ഉറങ്ങിയിട്ട് ചൂടെടുത്തു. എനിക്ക് ഇതിട്ട് ഉറങ്ങിയിട്ട് ഇന്നലെ രാത്രി I was feeling really cold. ഞാൻ പോയ ഷോളൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ കിടന്നു. നമുക്ക് കിടക്കാം. നാളെ രാവിലെ എണീച്ച് മേക്കപ്പ് പൂശണം. നാളെ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. അപ്പൊ അതിന് മുന്നേ നമുക്ക് സാരി ഷൂട്ടൊക്കെ എടുക്കണം. അപ്പോൾ അമ്മ പറ്റിങ്ങനെ നമുക്കൊരു 20 minutes ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ ഞാനൊരു സിനിമയ്ക്കുള്ള പാട്ടുണ്ട് അത്രയും മനസ്സ് ഞാൻ തീരുമാനിച്ചു. ഞാൻ പറ്റിങ്ങനെ എനിക്ക് എന്റെ മനസ്സിലൊരു 1 hour എടുക്കും. ബട്ട് അത്രയും ടൈം ഇല്ല. അതുകൊണ്ട് വേഗം ചെയ്യാൻ ഞാൻ പഠിക്കണം. യാ, അപ്പോൾ ബാക്കി നാളെ കാണാം ഗൈസ്. ഗുഡ് നൈറ്റ്. ഹായ് ഗൈസ്. സോ സാരി ഇട്ട് ഷൂട്ട് ചെയ്യാൻ വന്നു. അലക്കുന്നുണ്ട്. ഇത്രയും നേരം ആക്ച്വലി സ്കൈ വാസ് പ്രിറ്റി ക്ലൗഡി. പക്ഷെ അതൊക്കെ നോക്കിയേ, നൈസ്. നമ്മൾ ധൃതി വയ്ക്കാതെ ലാഗ് ആക്കാതെ വേഗം തന്നെ തുടങ്ങാം. സോ ഇന്നിവിടെ നല്ല മുട്ടൻ വെയിലുണ്ട്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. സാരി ഇട്ട് നിൽക്കാനൊന്നും തോന്നുന്നില്ല. പക്ഷേ കണ്ണ് തുറന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മരമുള്ള സ്ഥലത്തേക്ക് പോയാൽ വിൽ ഓൾസോ ഗെറ്റ് ഷെയ്ഡ്. അങ്ങനെ പോയി ഷൂട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് എൻ്റെ ഫിംഗർ ടിപ്സ് തണുക്കുന്നുണ്ട്. ബട്ട് അതല്ലാതെ ഐ എം ഫീലിംഗ് ആബ്സല്യൂട്ട്ലി ഫൈൻ. ഇവിടെ ഉള്ള ഒരാൾ ചോദിച്ചു ടണ്ണേ ലഗ് രഹാ ഹൈ. ഐ വാസ് ലൈക്ക്
ഇറ്റ്സ് ഓക്കെ. അമ്മു ഹൻസു അവർ രണ്ടുപേരും റെഡാണ്. ഞാനും ആക്ച്വലി മെറൂൺ ഷെയ്ഡ് എടുത്തത്. ഇവർ രണ്ടുപേരും റെഡാന്ന് കണ്ടപ്പോഴാണ് ഞാൻ ലാസ്റ്റ് വേണ്ടത് ആമസോണിൽ നിന്ന് ഇങ്ങനൊരു സാരി വാങ്ങിച്ചത്. ഐ ഹാഡ് ദിസ് ബ്ലാക്ക് ബ്ലൗസ് ഓൾറെഡി. സോ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചേക്കാട്ടിൽ ഒത്തിരി കൂടുതൽ ടൈം എടുത്തു. ബട്ട് ടു ബി ഓണസ്റ്റ് എനിക്ക് സ്വിറ്റ്സർലൻഡിൽ സ്നോ ഇല്ലാത്ത ആ ടെമ്പറേച്ചറിൽ ഷൂട്ട് ചെയ്തേക്കാട്ടിലും കംഫർട്ടബിൾ ആയിരുന്നു ഈ സ്നോയിൽ ഈ സാരിയിൽ ഷൂട്ട് ചെയ്യാൻ. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് എൻ്റെ കൈയൊക്കെ നല്ല മരവിച്ചു. ബട്ട് മൈ ബോഡി ഈസ് ഫീലിംഗ് വെരി മച്ച് ഫൈൻ. ഇതായിരുന്നു നമ്മൾ രണ്ടാമത് വന്ന ലൊക്കേഷൻ. ഇവിടെ കുറച്ചൊരു സൗകര്യം ഉണ്ടായിരുന്നു. ട്രീസ് ഉള്ളതുകൊണ്ട് ഷെയ്ഡും എല്ലാം ഉണ്ടായിരുന്നു. മറ്റത് ഫുൾ സ്നോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാം എങ്ങനെ വന്നു എന്നൊക്കെ. ഷോർട്ട്സ് ക്വൈറ്റ് നൈസ്. ഞാൻ എങ്ങനെ ചെയ്തെന്നറിയില്ല. ഇപ്പോൾ കുറച്ച് ഡള്ളായി കാണും. ഞാൻ താഴെ കരി വരച്ചു. സാധാരണ ഞാൻ താഴെ കരി വരയ്ക്കാറുണ്ട്. ലെൻസും വെച്ചു. തണുക്കുമ്പോൾ അല്ലേ എൻ്റെ കൈ വീർക്കും. നോക്കിയേ, മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. ബട്ട് മൈ ഫിംഗേഴ്സ് ആർ നോട്ട് ദിസ് ഫാറ്റ് യൂഷ്വലി ആൻഡ് മൂവ്മെൻറ്റ് സ്ലോ ആണ്. എനിക്ക് ഇത്ര സ്പീഡിൽ അടയ്ക്കാനും തുറക്കാനും പറ്റുന്നുള്ളൂ. ഇനി എന്തായാലും കാറിലൊക്കെ പോയിന്ന് വോമായിട്ട് ഇവിടെ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, ഖൈബർ എന്ന് പറഞ്ഞിട്ട്. ആലിയ ഭട്ടൊക്കെ മറ്റേ റോക്കി ഇറാനി കി പ്രേം കഹാനി മൂവിയിൽ തും ക്യാ മിലേ ആ പാട്ടിൽ അവർ ഈ ഹോട്ടലിൽ പോകുന്ന ഷോർട്സാണ് കാണിക്കുന്നത്. നമ്മൾ പണ്ടും പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലഞ്ചിന് പോവാണ്. നല്ല വിശപ്പായി. നമ്മൾ മട്ടൻ റോഗൻ ജോഷും സാഗം ഇതുവരെ കാശ്മീരിൽ വന്നിട്ട് കഴിച്ചില്ല. ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത് തന്നെ. സോ കം ലെറ്റ്സ് ഗോ. ഫൈനലി ടേസ്റ്റ് ഒരു രക്ഷയില്ല. ഞാൻ കഴിക്കട്ടെ. എനിക്ക് വേണ്ടി ഇവര് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയൊരു ഫഡ്ജ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഫഡ്ജില് നട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞു അലർജിക് ആണ്. ആക്ച്വലി എനിക്ക് മറ്റേ അലർജിക് അല്ല, എനിക്ക് കഴിച്ചാൽ പറ്റില്ല. പക്ഷെ എനിക്ക് മറ്റേ അലർജിക് എനിക്ക് ഇഷ്ടമല്ല ആ അലർജിക്. അപ്പൊ അവര് വിചാരിച്ചു മറ്റേ അലർജിക് ആണ്. അപ്പൊ അവര് കുക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു അവർ എനിക്ക് വേണ്ടി ഉണ്ടാക്കി. ഐ ഡോണ്ട് നോ വാട്ട് ദിസ് ഇസ്. ഒരു ക്രഷ്ഡ് കേക്ക്, chocolate fudge with vanilla ice cream. അപ്പോൾ because they made it special for you, റേറ്റ് ബില്ലിൽ കാണാം. അതും ശരിയാണ്. അങ്ങനെ ഖൈബറിലെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഒരു സുവീനിയർ ഷോപ്പിൽ പോകണമായിരുന്നു. അപ്പോൾ ഓൺ ദ വേ ഇഗ്ലൂ പോലെ കുറച്ച് ബിൽഡിങ്സ് അല്ല, കുഞ്ഞു സാധനങ്ങൾ പണിത് വെച്ചിട്ടുണ്ട് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. ക്ലൗഡ്സ് നല്ല ഭംഗിയല്ലേ ബാക്കിൽ. So we are back to Manzoor bhai. Hello, bye bye. How are you? Good. बहुत Come back गुलमर्ग now. गुलमर्ग बहुत अच्छा था, बस आप ही नहीं थे. मिस से हम क्या करेंगे next time. So ഇതാണ് നമ്മുടെ ഹോട്ടൽ. ये है ना होटल. സിറ്റി മോൾ ഇതല്ലേ. ये है ना होटल. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ പേര്. പക്ഷെ എൻട്രി ഈ മോളിന്റെ അകത്തൂടെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. ജീക്കെ ബൈ, കൽ ദേഖെംഗെ ബൈ. ഇതാണ് ഹോട്ടലിന്റെ എൻട്രൻസ്. ഐ ലൈക്ക് ദിസ് ലൈറ്റ്. അവിടെ ഒരു ഷൂ ക്ലീനിങ് മെഷീൻ കിട്ടി, അതിന്റെ ശബ്ദമാണത്. അങ്ങനെ നമ്മൾ നമ്മുടെ ശ്രീനഗർ റൂം എത്തി. ഐ ഓൾ എക്സൈറ്റഡ് ടു സീ ദ റൂം. Come, let's go into your. So ഇവിടെ we have 2 bedrooms. That would be നമ്മുടെ മൂന്നുപേരുടെ bedroom. Now shall we go into നിങ്ങളുടെ മൂന്നുപേരുടെ bedroom? Oh wow! It looks like a honeymoon suite. Oh, look at this! Oh my God! അപ്പുറത്തെ ഇതിനെക്കാട്ടിൽ ഇച്ചിരി വിളിച്ചത് നിങ്ങളെ ഗ്രാൻഡ് എടുത്തോ?
party and have a top party. Yeah, that's true. That's true. ഇന്ന് ആക്ച്വലി നമ്മൾ ഖൈബറിൽ പോയപ്പം അവിടെ ഒരു ഡോറിൻ്റെ ഇടയിൽ എൻ്റെ കൈ പെട്ടു. ഇപ്പം കുറച്ച് നേരം മുന്നേ നീല കളറായിരുന്നു. ഇപ്പം അത് കാണുന്നില്ല, എന്നാലും വീർത്തിരിക്കുന്നത് കണ്ടോ ഈ വിരൽ. ഗാർലിക് ബട്ടർ നാൻ ആൻഡ് ബട്ടർ ചിക്കൻ വിത്ത് ലെഗ് പീസ്. Ishaani cake. It suits your personality. നീ ഒരു കേക്ക് enthusiast അല്ല, even though you're not good at it. Happy holidays to us. Happy holidays to us. Happy holidays to us. Thank you, Budget Holidays. And Ladlis and Akram. Thank you, Akram. Yum. Nice. Oh my god. അടിപൊളിയാണോ? അല്ല, ഈ ഓറഞ്ച് എന്ത് ഫ്രൂട്ടാ? ഫ്രൂട്ട് അല്ല. That is some fruit, no? ഇഷ്ടപ്പെട്ടോ? It's peach. Peach, some fruit it is. Peach preserve. രക്ഷയില്ല. ഒറ്റയ്ക്ക് നല്ലോണം സോ ആ കണ്ട കേക്ക് അതിൽ എഴുതിയിരുന്ന പോലെ ബഡ്ജറ്റ് ഹോളിഡേയ്സ് നമുക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മൾ ഇത്തവണയും അവരായിട്ടാണ് കോർഡിനേറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ അവരായിട്ടങ്ങ് സിങ്ക് ആയിപ്പോയി. നമ്മൾ മലേഷ്യ ബാലിയൊക്കെ അവരായിട്ടില്ല വന്നത്. സോ ഞാൻ ഉറക്കം വേണ്ടിയിട്ടു തേർമൽസ് ഇട്ടിരിക്കുവാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അലാക്കാട്ടയാണ്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്തു. ഐ ഷോ യു. ആലു പൊറാട്ട എനിക്കും ഹൻസൂനും, എഗ് ബുർജി എനിക്ക്, ചോക്കോസ് ആൻഡ് മിൽക്ക് ഹൻസൂന്, കട്ട് ഫ്രൂട്ട്സ് ഫോർ ബോത്ത് ഓഫ് us. നോർത്ത് ഇന്ത്യ വരുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഈ മിക്സ്ഡ് പിക്കിൾ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ലെറ്റ് മീ ഈറ്റ്. ഏത് നടിയാണെന്ന് അറിയത്തില്ല, ഏതോ സിനിമയില് ഇതെന്റെ മോളുടെയാ. ഓക്കെ. This is mine. Okay. Dress is mine. This is mine. പിന്നെ വെരി സ്റ്റൈലിഷ് ആണ്. ആ തൊപ്പി ഈസ് മൈ ഡോട്ടേഴ്സ്. പിന്നെ ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നോക്കും. പിന്നെ ഇവിടെ ഈ സ്ലീവ്സ് കാണുമ്പോൾ തേർമൽസ് ഉണ്ട്. ബട്ട് ദാറ്റ് ഇസ് മൈ ട്രെൻഡ്. അതുണ്ട് അവിടെ. സോ പർവിന്റെ ട്രെൻഡ്. പർവിൻ ഇസ് റെഡി. Come on girls, let's go. ഹായ്. സോ ഇന്നിപ്പോൾ നമ്മൾ ദൽ ലേക്കിൽ ഷിക്കാര റൈഡിനാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ ഇവർക്ക് വാസ്വാൻ താലി കഴിക്കണം. അതിവിടുത്തെ ഒരു സദ്യ പോലത്തെ മെയിൻ സംഭവം. എനിക്ക് മനസ്സിലാവും അത് വേണ്ട. നമുക്ക് മട്ടൻ, റോഗൻ ജൂഷ്, സാഗ് ആൻഡ് റൈസ് മതി. ഞാൻ ഇന്നിട്ടേക്കുന്നത് ലണ്ടനിൽ ഒരിക്കൽ ഇട്ടൊരു വൈറ്റ് ടോപ്പും സ്നോ പാൻസും. ഇവിടെ സ്നോ ഇല്ല, എന്നാലും തണുപ്പുണ്ട്. യൂഷ്വൽ ബ്ലാക്ക് ജാക്കറ്റാണ്. ഹൻസ് എന്തോ കുർത്തിയൊക്കെയാണ് ഇട്ടേക്കുന്നത്. എനിക്കറിയില്ല ഇങ്ങനെ തണുപ്പ് സഹിക്കുന്നത്. ബട്ട് യാ, പിന്നെ ബാക്കി നമുക്ക് ഡൽ ലേക്കിൽ പോയിട്ട് എടുക്കാം. ബൈ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ബോട്ടും ഇവരുടെ ബോട്ടും ഇങ്ങനെ ഒരുമിച്ചാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ബോട്ടിലിരിക്കുമ്പോൾ വേറെ ബോട്ട്സിൽ ആൾക്കാരിങ്ങനെ വന്ന് സാധനങ്ങൾ വിൽക്കും. ചോക്ലേറ്റ്സ്, ഫ്രൂട്ട് സാലഡ്, കോഫി, ചായ, മുട്ടായി, അങ്ങനെയൊക്കെ. കോഴി ഓറയെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. ഉണ്ടാകത്ത് വേറെ 2-3 പേരുണ്ട്. I like the pehle wala. First one. Yeah. First last one. So our Shikara ride is almost over. നല്ല രസമായിരുന്നു.
കുറേ നേരം നമ്മൾ വെറുതെ ഇരുന്നു. ഇതിൽ ആ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ 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 ഇങ്ങനെ. ഇറ്റ്സ് വെരി ഫൺ ആക്ച്വലി. സോ നമ്മളിപ്പോൾ പോയ ഹോട്ടലിൽ അവിടെ വെജ് ഫുഡ് ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ നോൺ വെജ് ആണ്, പക്ഷെ ദർ ഇസ് നോ വെജിറ്റബിൾസ്. അപ്പോൾ എനിക്ക് നോൺ വെജ് മാത്രം കഴിക്കാനും ഇഷ്ടമല്ല. സോ നമ്മൾ 5 പേര്, ഞാനും അൻസും അമ്മുവും നമ്മുടെ കൂടെ ഉള്ള ഒരു ചേട്ടനും ഒരു അങ്കിളും കൂടെ വാ നമ്മൾ അടുത്തുള്ള വേറെ കടയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ പണ്ട് വന്നിട്ടുള്ളതാണ്. The usual mutton rogan josh, ചോറ് and saag. साग, रोगन जोश, मिर्ची कुरमा. हाँ. इसके आंखें नीला है. अड्डीपुली. ओह अड्डीपोली. अड्डीपुली. मास. मास. പിന്നെ എന്തൊരു വാക്കുണ്ട് ബത്തു? കൊലമാസ്. मारना मास. नहीं गलत नहीं है, अच्छा बात है, अच्छी बात है. Thank you भैया. Thank you. Bye. ഇന്നലെ നമ്മൾ കഴിച്ച ഫ്രൂട്ട് കേക്കാണ് ഇതായിരിക്കുന്നത്. I would like to try this Swiss roll. സ്വിസ് റോള്. വേറെ മാബിൾ കേക്ക് സ്ലൈസ് ഉണ്ട്. I am confused. എനിക്ക് ഇതെന്തോ കുറച്ച് ഫാൻസി ആയിട്ട് തോന്നി, പക്ഷെ എനിക്ക് എൻ്റെ ചോക്ലേറ്റിൻ്റെ കളർ കുറച്ച് ലൈറ്റ് ബ്രൗൺ ആയിട്ട് തോന്നി. ഐ ലൈക്ക് ദിസ് കളർ ചോക്ലേറ്റ്. ഹൻസുവിൻ്റെ സ്വിസ് റോൾ, മൈ ചോക്ലേറ്റ് മൂസ് കേക്ക്. ഹൻസു നമുക്ക് ഷെയർ ചെയ്യാമേ? വെളിയിലൊന്ന് ഇറങ്ങിയത് സൺസെറ്റ് കാണാൻ. ഞാൻ മര്യാദക്ക് റൂമിലല്ല ലോബിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇവർക്ക് ഏതോ സ്ട്രീറ്റ് ഷോപ്പിംഗ് പോകണം. എനിക്ക് ഷോപ്പിംഗ് ചെയ്യണ്ട, എന്നെ ഫോഴ്സ് ചെയ്ത ഒരാൾ ഇപ്പൊ കൊണ്ടുപോവാണ്. ഞാൻ ഐ എം നോട്ട് എ ഷോപ്പിംഗ് പേഴ്സൺ. ഷീ ഈസ് എ ഷോപ്പഹോളിക്. അല്ല മിണ്ടരുത്. ഷീ ഈസ് എ ഷോപ്പഹോളിക്. ഐ എം നോട്ട്. അപ്പൊ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും മൂലയിൽ നിന്ന് അത് ചെയ്ത് എനിക്ക് എഡിറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും നാളെ തിരിച്ച് വീട്ടിൽ പോവല്ലേ? അത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത് ആക്ച്വലി. അല്ല, ഞാൻ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന്. So this is the shopping street. It actually looks kind of fun. Yeah, it's cute. അവരെല്ലാവരും എന്തൊക്കെയോ മേടിച്ചു. ഞാൻ മേടിച്ചില്ല, ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനങ്ങൾ. കുറേ കുർത്തീസാണ്, കാശ്മീരി കുർത്തി. ബട്ട് എനിക്കെന്തോ ഞാനത് മേടിച്ചാൽ അങ്ങനെ ഇടുന്നു തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ പൈസ കളഞ്ഞില്ല. ബട്ട് ഗുഡ് സ്റ്റഫ് ആക്ച്വലി. ഇവരുടെ വല്ലതും മോഷ്ടിച്ചിടാം. സോ ഇന്നത്തെ ഡിന്നർ കഞ്ഞിയാണ്. കഞ്ഞി, ശൽഗം പിക്കിൾ. അതിന്റെ പേര് ശൽഗം പിക്കിൾ. ശൽഗം ഇവിടെ ഇങ്ങനെ പിക്കിളുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞു, ഭയങ്കര ടേസ്റ്റാണ്. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. മോർണിംഗ് ചെക്കൗട്ട് ചെയ്തിട്ട് 3 o'clock നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളൂ. പക്ഷേ ഇവിടെ കാശ്മീർ എയർപോർട്ട് കുറച്ചധികം ചെക്കിംഗ് ഉണ്ട്. എയർപോർട്ട് കയറുന്നതിന് മുന്നേ തന്നെ പുറത്ത് വെച്ച് കാറിനകത്ത്, എനിക്കൊന്ന് ഇഫ് ഐ എം നോട്ട് റോങ്, കഴിഞ്ഞ പ്രാവശ്യം വെളിയിൽ വെച്ച് നമ്മുടെ പെട്ടി തുറന്ന് അങ്ങനെ എന്തൊക്കെയോ ചെയ്തപ്പോൾ കുറേ ടൈം എടുത്തു. സോ നമ്മളിപ്പോൾ 12 ആയി തോന്നുന്നു. നമ്മളിപ്പോഴേ ഇറങ്ങുവാണ്. എയർപോർട്ട് അടുത്ത് തന്നെയാണ്, എന്നാലും നമ്മളിപ്പോഴേ ഇറങ്ങുവാണ്. സോ ഈ മോളിൻ്റെ അകത്തായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. സോ ആ ഹോട്ടൽ സാഡാണോ? തിരിച്ചു പോകണമല്ലേ?
കോളേജ് മിസ്സാവുന്നതിന് സ്ട്രെസ്സാണ്. ഞാൻ കുറച്ച് സാറാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ടു ഗോ ബാക്ക് ഒന്നും അല്ല. കോളേജും വലിയ പോകാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഈ ക്ലാസ് മിസ്സാവുന്ന ബാഡ് തിങ് ഫോർ മീ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. മൻസൂർ ഭായി ഞാൻ അപ്പുറത്തുണ്ട്. वाह, आप सैड है, हम लोग जा रहे हैं. बहुत बहुत मिस कर रहा हूँ सबको. मैं आपको क्या करूँ. फिर से आऊंगी ना. हाँ, अगली बार कोई और सीजन में आऊंगी. नहीं आप इसमें आना. आप क्यों? स्प्रिंग में आना. स्प्रिंग में. हाँ, फुल ग्रीन वाटर, बहुत सुंदर. अगली बार विंटर नहीं, मैं हम स्प्रिंग में ही आएंगे. സോ നമ്മൾ പണ്ട് കാശ്മീർ എയർപോർട്ടിൽ ഇറങ്ങിയ അതേ സ്പോട്ടിലാണ് ഇന്നും എങ്ങനെയോ കാറ് നമുക്ക് നിർത്താൻ പറ്റിയത്. നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ യു ഗൈസ് മേ റിമെമ്പർ, ഇതുപോലൊരു സ്പോട്ടിലാണ് നമ്മൾ കാറിൽ ഇറങ്ങി മൻസൂർ ഭായിക്കും അന്ന് അഫ്താബ് എന്ന് പറഞ്ഞ ചേട്ടനായിട്ട് അവർക്കൊക്കെ ബായ് പറഞ്ഞ് പോയത്. मंजूर भाई देखेंगे फिर अगली बार. बहुत मिस करा सबको. जरूर. घर में साग खाना है, खिलाना है. आपके लिए सबके लिए. ओके मंजूर भाई, बाय बाय. ओके बाय बाय. बाय चलो बाय. फिर मिलेंगे. बाय. സോ ഇപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ്സിലാണ് ഇരിക്കുന്നത്. ബാംഗ്ലൂർ എത്താൻ 7:30 ബാംഗ്ലൂർ. പിന്നെ അവിടെ നിന്ന് 9 there is a flight to Trivandrum. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തി ഗൈസ്. അങ്ങനെ വി ആർ ഫൈനലി ബാക്ക് ഹോം. ഇനി വേണം ഒരു ട്രിപ്പിനെ കുറിച്ച് എനിക്ക് ഏതാനും വാക്കുകൾ സംസാരിക്കാൻ. എവിടെ നിന്ന് തുടങ്ങാനാ? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ് ഫ്രം ബിഗിനിങ് ടു എൻഡ്. നമ്മൾ പോകുന്ന ദിവസം ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആയി. അപ്പോൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രെസ്സിലൂടെയാണ് ട്രിപ്പ് തുടങ്ങിയത്. പക്ഷെ അതങ്ങ് ഓക്കെ ആയി. ബാക്കിയെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ നടന്നു. ആൻഡ് അബൌട്ട് കാശ്മീർ, എത്ര പ്രാവശ്യം പോയാലും ഐ ഡോണ്ട് തിങ്ക് വിൽ എവർ ബി ഏബിൾ ടു സേ ഇനി പോകണ്ട. കാരണം ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. അമ്മൂൻ്റെ 3ാമത്തെ പ്രാവശ്യം, ഹസീനാൻറ്റിയുടെ ഐ തിങ്ക് 4ാമത്തെ പ്രാവശ്യം. ആൻഡ് ഹസീനാൻറ്റി പറയുമായിരുന്നു ഹസീനാൻറ്റി എത്രയൊക്കെയോ ഫോറിൻ കൺട്രീസിൽ പോയിട്ടുണ്ട്, സ്നോ കണ്ടു, അത് കണ്ടു. പക്ഷേ കാശ്മീരിലെ സ്നോ അതൊരു വേറെ തന്നെയാണ്. ദ ക്വാളിറ്റി ഓഫ് ദ സ്നോ ഇസ് ലൈക്ക് ടു ഗുഡ്. നമ്മൾ അങ്ങനെ അധികം വേറെ സ്നോ കണ്ടില്ല. ഐ തിങ്ക് സ്വിറ്റ്സർലൻഡിൽ കണ്ടിട്ടുണ്ട്. അത് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഹസീനാൻറ്റിയൊക്കെ വേറെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഈവൻ ഷീ സെഡ് ഇവിടുത്തെ സ്നോൻ്റെ ക്വാളിറ്റി ഈസ് സംതിങ് എൽസ്. ആൻഡ് പിന്നെ നമ്മുടെ ഈ ട്രിപ്പ് ഫുൾ കോർഡിനേറ്റ് ചെയ്തത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണ്. എ ബിഗ് താങ്ക് യു ടു ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഫോർ മേക്കിംഗ് ആ ട്രിപ്പ് സോ ഈസി. സോ അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാൽഡീവ്സ്, തായ്ലൻഡ്, ബാലിയൊക്കെയാണ്. ഓൾസോ ഡു കശ്മീർ. സോ ഇങ്ങനെ ഏതെങ്കിലും പ്ലേസസ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് ബഡ്ജറ്റ് ഹോളിഡേയ്സ്. ഞാൻ എന്തായാലും അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ദേ വർ റിയലി ഹെൽപ്ഫുൾ. നമുക്കൊന്നുമേ അറിയേണ്ടി വന്നില്ല. അവിടെ എത്തിയപ്പോൾ തന്നെ ഇറ്റ് വാസ് ഓൾ അറേഞ്ച്ഡ് പ്രയർ ടു അവർ അറൈവൽ. ആൻഡ് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ബഡ്ജറ്റ് ഹോളിഡേയ്സ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് മൻസൂർ ഭായ് ആയാലും സോ ഗുഡ്. നമുക്ക് പണ്ടേ പോയിട്ടുണ്ട്, നമുക്ക് പരിചയം ഉണ്ടായിരുന്നു. സോ യാ, അതാണ് എനിക്ക് കാശ്മീരിൽ ഇപ്പോൾ അടുത്തൊരു എക്സൈറ്റ്മെൻറ്റ്, ഗോയിങ് ആൻഡ് മീറ്റിംഗ് ദിസ് ഹോൾ ഗ്രൂപ്പ് അവിടെ. സോ യാ, ദിസ് ട്രിപ്പ് ഇസ് ഓവർ ഗൈസ്. ഇനി അടുത്ത ട്രിപ്പിൻ്റെ പോകുമ്പോൾ അടുത്ത വ്ളോഗ് എടുക്കാം അല്ലേ? അപ്പോൾ താങ്ക് യു ഓൾ സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൾ നെക്സ്റ്റ് ടൈം. ബൈ.